കേരളത്തിലെ റാവുത്തർ വിഭാഗത്തിന് ഭാഷാ ന്യൂനപക്ഷ പദവി നൽകുന്ന കാര്യം സർക്കാരിന്റെയും നിയമ സെക്രട്ടറിയുടെയും ശ്രദ്ധയിൽ കൊണ്ടുവരുമെന്ന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ജി സുധാകരൻ. ഇസ്ലാം ഒഴിച്ച് മറ്റെല്ലാ മതങ്ങളും യാന്ത്രികമായ ആചാരങ്ങളുടെ മാത്രം പ്രസ്ഥാനങ്ങളായി മാറിയെന്നും ജി സുധാകരൻ ആലപ്പുഴയിൽ റാവുത്തർ ഫെഡറേഷൻ സംസ്ഥാന സമ്മേളനം ഉദ്ഘാടനം ചെയ്യവേ പറഞ്ഞു. കാരുണ്യവും സ്നേഹവും ഇപ്പോഴും ഉള്ളിൽ സൂക്ഷിക്കുന്നതുകൊണ്ടാണ് ഇസ്ലാം ലോകത്തിലെ ഏറ്റവും വലിയ മതമായി വളരുന്നതെന്നും സുധാകരൻ പറഞ്ഞു. റാവുത്തർമാർക്ക് ഭാഷാ ന്യൂനപക്ഷ പദവി ലഭിക്കാത്തത് ഭരണഘടനാപരമായ പ്രശ്നമാണെന്നും സർക്കാരിന്റെ ശ്രദ്ധയിൽ ഇത് കൊണ്ടുവരുമെന്നും ജി സുധാകരൻ പറഞ്ഞു. അപ്പോൾ തമിഴ് ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റിയാണ്, പക്ഷേ തമിഴ് വംശജരായ എല്ലാ റാവുത്തർമാരും അത് വന്നില്ലെന്നുള്ളതാണ് പ്രശ്നം. ഇതൊരു ഭരണഘടനാ പ്രശ്നമാണ്. തീർച്ചയായും ഗവൺമെന്റിന് മുമ്പിൽ ഈ നിവേദനം സമർപ്പിക്കുന്നതാണ്. ഗവൺമെന്റ് പരിശോധിക്കട്ടെ, ഇതേപ്പറ്റി ചർച്ച ചെയ്യട്ടെ. ലോകത്ത് ഏറ്റവും കൂടുതൽ ജനങ്ങൾ സ്വീകരിക്കുന്ന വർത്തമാനകാല ചിന്ത പ്രവാചക ചിന്തയാണെന്നാണ് അടുത്ത കാലത്തായി വരുന്ന റിപ്പോർട്ടുകളെല്ലാം പറയുന്നത്. മറ്റു മതങ്ങളുടെയെല്ലാം ആകർഷണശക്തി നഷ്ടപ്പെട്ടു. ജീവകാരുണ്യവും അനുകമ്പയുമില്ലാതെ യാന്ത്രികവും ആവർത്തനവിരസവുമായ ആചാരങ്ങളുടെ മാത്രം പ്രസ്ഥാനമായി മാറുമ്പോൾ ജനങ്ങളുടെ ഹൃദയത്തിൽ അത് കടക്കില്ല. മറ്റു മതങ്ങൾ നിലനിൽക്കുന്ന വലിയ വലിയ മതങ്ങളാണ്. ക്രിസ്ത്യാനിറ്റിയും ഹിന്ദു മതവും വലിയ മതങ്ങളല്ല, ബുദ്ധമതവും വലിയ വലിയ മതങ്ങളാണ്. ഒരുപാട് ജനസംഖ്യയൊക്കെ. പക്ഷെ അതിൻ്റെ ഒരു ഫാസിനേഷൻ നഷ്ടപ്പെട്ടു. കാരണം അനുകമ്പയില്ലാതെ. അതാണ് കാരണം. പ്രവാചകനുമായി ബന്ധപ്പെട്ട ആരാധനാലയങ്ങളിലും ആചാരാനുഷ്ഠാനങ്ങളുണ്ട്. ചിലയിടത്ത് അത് കുറച്ച് കൂടുതലുമാണ്. പക്ഷേ എല്ലായിടത്തും അനുകമ്പയുണ്ട്. സ്നേഹത്തിന്റെയും കാരുണ്യത്തിന്റെയും ഉറവ ഫാസിസത്തെയും അക്രമങ്ങളെയും ഇല്ലാതാക്കും. അത് പ്രഖ്യാപിക്കുന്ന മഹത്തായ ഒരു മതമാണ് പ്രവാചക മതം. അതുകൊണ്ടാണ് അതിങ്ങനെ വളരുന്നത്. 2075 ലോകത്തിലെ ഏറ്റവും കൂടുതൽ അനുയായികളുള്ള മതം ഇസ്ലാമാവുമെന്നാണ് ഏറ്റവും പുതിയ അന്താരാഷ്ട്ര പഠന റിപ്പോർട്ടുകൾ പറയുന്നതെന്നും ജി സുധാകരൻ ചൂണ്ടിക്കാട്ടി. മീഡിയ 1 ആലപ്പുഴ.